ഒരു ബെൻസ് കാറിന്റെ ഷോറൂമിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് അവിടുത്തെ സെയിൽസ്മാനോട് പറയാണ്, ഞാന് മാരുതി 800ന്റെ ക്യാഷ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അതിന് എനിക്കൊരു ബെൻസ് കാർ വേണം. സെയിൽസ്മാന് വല്ലാതെ ഒന്നും എന്ത് പറയണമെന്ന് തിരിയാതെ ഇങ്ങനെ തരിച്ചു നിന്നു. അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, എനിക്ക് മാരുതി 800ന്റെ ക്യാഷിന് ബെൻസ് കാർ വേണം. അത് കേട്ടപ്പോ സെയിൽസ്മാൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. അയാളെ ആട്ടി ഇറക്കി. നിങ്ങളാണ് ആ സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങളും ഇതേ സ്വഭാവം തന്നെയായിരിക്കുമല്ലേ കാണിക്കുക? അവരോട് പറയും, നിങ്ങൾക്ക് ഈ ചീപ്പ് റേറ്റിന് ഇത്രയും ലക്ഷ്വറി ആയിട്ടുള്ള കാർ കിട്ടില്ല എന്നൊക്കെയല്ലേ നിങ്ങളും പറയാ? എന്നാൽ അത് തന്നെയാണ് നമ്മുടെ ലൈഫിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫില് ഒരു ലോ എഫേർട്ടിൽ നിന്നും ഒരു ഹൈ റിസൾട്ട് ആണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നമ്മളെപ്പോഴും ചെറിയ റിസ്ക് മാത്രമേ എടുക്കൂ. പക്ഷേ ഹൈ റിസൾട്ട് നമുക്ക് വേണം. അതാണ് നമ്മൾ എപ്പോഴും ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് നമ്മള് റിസൾട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ എനർജി നന്നായിട്ട് കൂട്ടണം. നമ്മളെ എനർജി കൂട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് മസിൽ ഉണ്ടാവുക എന്നുള്ളതൊന്നും അല്ല എനർജി കൂടുന്നതിന്റെ അടയാളം. നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എനർജി കൂടും. ചില ദിവസങ്ങളില് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്, എവിടെയും തിരിയാത്തൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ മറ്റു ചില ദിവസങ്ങളിൽ വളരെ സങ്കടവും, ദേഷ്യവും, പേടിയും, അസൂയയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫില് എനർജി കൂട്ടാനുള്ള ഒരു 4 കാര്യങ്ങള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫില് എനർജി കൂടും. കാരണം എനർജി ഉള്ളിടത്തേക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ എപ്പോഴും വരൂ. അതിന് 4 കാര്യങ്ങൾ നിങ്ങൾ ശീലിച്ചാൽ മതി. ഒന്നാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയുക. നിങ്ങള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ, നിങ്ങൾക്ക് അന്ന് കിട്ടിയ ഒരു 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഒന്നുമല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ജീവൻ നിലനിന്നല്ലോ. അതിന് പടച്ചവനോടെങ്കിലും നമ്മൾ എന്താക്കുക? നന്ദി പറയുക. അന്ന് ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അവനോട് പറഞ്ഞിട്ടില്ല, നമ്മുടെ മനസ്സിനോടെങ്കിലും നമ്മളൊരു നന്ദി പറയുക. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. രണ്ടാമതായിട്ട് ഭക്ഷണവും വെള്ളവും. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ ഒരുപാട് സ്ട്രെസ്സുകൾക്കിടയിലായിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു പോസിറ്റിവിറ്റിയോട് കൂടി ആയിരിക്കില്ല. ചിലപ്പോൾ റീൽസ് കണ്ടോണ്ടായിരിക്കും. ചിലപ്പോൾ വർക്ക് പ്രഷറിന്റെ ഇടയിൽ ഇതെങ്ങനെയെങ്കിലും തിന്നണ്ടേ എന്നുള്ള ആ മെന്റാലിറ്റിയിലായിരിക്കും. അങ്ങനെയല്ല നമ്മൾ കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെന്റെ ഊർജ്ജമാണ്, ഇതെന്റെ എനർജിയാണ്, ഇതെനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് എന്നൊക്കെ ചിന്തിച്ചായിരിക്കണം നമ്മൾ ഭക്ഷണവും വെള്ളവും കഴിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ എനർജി എന്താവുക? കൂടുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരു സ്ട്രെസ് കൂടിയാൽ തന്നെ നമ്മുടെ ഭക്ഷണം പല രൂപത്തിലേക്ക് നമ്മൾ കഴിക്കും. ചിലപ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുക. മൂന്നാമതായിട്ട് നെഗറ്റീവ് ഇൻപുട്ട്. നമ്മള് ഉള്ളിലേക്ക് നൽകുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിരിക്കും. അതിനെ ഒഴിവാക്കുക. നെഗറ്റീവ് ഇൻപുട്ട് എപ്പോഴും ഒഴിവാക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പത്രം വായിക്കാറുണ്ട്. പത്രം വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മോശമായ ഒരു നെഗറ്റീവ് വാർത്തയായിരിക്കും നമ്മൾ വായിക്കുന്നത്. അത് നമ്മൾ ഒഴിവാക്കുക. പത്രം വായിക്കേണ്ട. നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവ് ഏത്, നെഗറ്റീവ് ഏത് എന്ന് മാറ്റി മാറ്റി നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഇൻപുട്ട് ആയിട്ട് നൽകേണ്ടത് പോസിറ്റീവ് മാത്രമായിരിക്കണം. വാർത്തകളിലൊക്കെ എപ്പോഴും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അവിടെ കൊലപാതകം, ഇവിടെ കവർച്ച, അവിടെ മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ഊർജം തന്നെ അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ പോസിറ്റീവ് ഇൻപുട്ട് ഉണ്ടാക്കിയെടുക്കുക. നാലാമതായിട്ട് മെഡിറ്റേഷൻ. നേച്ചർ ആൻഡ് മെഡിറ്റേഷൻ. നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മളെ മാത്രം, നമ്മുടെ ശ്വാസം മാത്രം ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറുക. കുറച്ച് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അതിനോട് കുറച്ചൊക്കെ സംസാരിച്ച് അതിലൂടെ കുറച്ച് നടന്ന് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എനർജികൾ കൂടും. നമ്മളൊന്ന് ഈ എനർജി കുറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണങ്ങൾ അസൂയ, പേടി, അതേപോലെ മറ്റ് കാര്യങ്ങളിൽ അസൂയയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ എനർജി കുറയും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടാൽ പിന്നെ കാണുന്നതൊക്കെ ദേഷ്യമുള്ള കാര്യങ്ങളായിരിക്കും. അതെപ്പോഴും നമ്മൾ മാറ്റുക. നമ്മൾ എന്നിട്ട് നല്ല സന്തോഷം, സമാധാനം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ
ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴാണ് നമ്മുടെ എനർജി മാറുക. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മാഗ്നെറ്റ് പോലെയാണ്. നമ്മളിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നമ്മളെ ആകർഷിക്കുക. നമ്മള് നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യരായിരിക്കും നമ്മളെ ആകർഷിക്കുന്നത്. പക്ഷെ നമ്മളൊരു മോശമാണെങ്കിൽ നമ്മളിലേക്ക് അത് മാത്രമേ വരൂ. നമ്മളിൽ സന്തോഷമാണോ, അല്ലെങ്കിൽ സങ്കടമാണോ, സമാധാനമാണോ, ദേഷ്യമാണോ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ കാണണം. നമ്മളിലേക്ക് വരേണ്ടത് ആരാണ് എന്ന് നമ്മളിൽ നിന്നായിരിക്കണം തീരുമാനിക്കേണ്ടത്.